നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കറുത്ത മാനസം എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ചിത്രീകരണത്തിന് മുൻപ് ഒരിക്കൽ കൂടി ഞാൻ അരുവിപ്പുറം എന്ന സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. ഞാൻ ആദ്യം കണ്ട് ഫിക്സ് ചെയ്ത ആ ഏരിയയിൽ നിന്നും കുറേ കൂടി ഏകദേശം ഒരു കിലോമീറ്റർ മുന്നോട്ട് നടന്നു വന്നിരിക്കുകയാണ്. അവിടെ എൻ്റെ സങ്കല്പത്തിലെ, എൻ്റെ ഭാവനയിലെ പുഴയല്ല ഞാൻ കാണുന്നത്. അതിശക്തമായ ഒഴുക്കോടെ ഒഴുകുന്ന ഒരു വലിയ പുഴ. അവിടെ കല്ലുകളും പാറക്കൂട്ടങ്ങളും ഒന്നും കാണാനില്ല. കുറേ കൂടെ മുന്നോട്ട് വന്നാൽ കുറേ കൂടി സൗന്ദര്യാത്മകമായ ലൊക്കേഷൻ കിട്ടുമല്ലോ എന്ന് കരുതി വന്നതാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് ഇവിടെ എത്തിയപ്പോൾ ഇപ്പോൾ മണി ഏകദേശം 2:40 പിന്നെ ഇവിടുത്തെ അരുവിപ്പുറം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവപ്രതിഷ്ഠ നടത്തിയ ആ ക്ഷേത്രത്തിലെ അവിടുത്തെ സാന്ദ്രാനന്ദ സ്വാമികളെ കണ്ട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ഞാൻ എഴുതിയ വാഗീശ്വരി വരമൊഴിയായി എന്ന കവിതാ സമാഹാരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്കെഴുതി അദ്ദേഹത്തിന് സമർപ്പിക്കുകയും അവിടുന്ന് ഏകദേശം ഇത്രയും ദൂരം നടന്നു വന്നത് ഇപ്പോൾ കണ്ടെത്തിയ ആ ലൊക്കേഷനിൽ നിന്നും കൂടുതൽ മനോഹരമായിരിക്കും എന്ന് കരുതിയപ്പോൾ അത് എൻ്റെ സങ്കല്പത്തിന് ഒക്കെ മുകളിലാണ്. ഇവിടെ കടത്തുവള്ളം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. പക്ഷേ എൻ്റെ സങ്കല്പത്തിലെ വ്യൂസ് അല്ല. അങ്ങനെ വീണ്ടും തിരികെ മടങ്ങാനായിട്ടിരിക്കുകയാണ്. ഒരു സൃഷ്ടിക്ക് വേണ്ടി പെടുന്ന പാടുകൾ അവിടുന്ന് കൂടെയുള്ള അഭിനേതാക്കൾക്കും കൂടെയുള്ള ആൾക്കാർക്കൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യം അതെല്ലാം പറഞ്ഞ് അറേഞ്ച് ചെയ്തു. പിന്നെ വരുന്നതും പോകുന്നതും വണ്ടിയുടെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം ഓരോന്നോരോന്നായി സെറ്റപ്പ് ചെയ്ത് വരികയാണ്. ചിന്തിക്കുമ്പോൾ ഒരു കുഞ്ഞ് ഷോർട്ട് ഫിലിം, പക്ഷെ ഒരു എഴുത്തുകാരൻ്റെ മനോവികാരം, ഒരു സംവിധായകൻ്റെ മനോധർമ്മം, ഒരു ക്യാമറാമാൻ്റെ വീക്ഷണം, അഭിനേതാക്കളുടെ ഭാവപ്രകടനം, ഇതെല്ലാം ഒത്തിണങ്ങി ഒരു കൊച്ചു സിനിമയാണെങ്കിലും അത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറണം എന്നാഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത് 6ാമത്തെ തവണയോ 7ാമത്തെ തവണയാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ കുറേ കൂടെ ദൂരെ പോയാൽ കുറേ കൂടെ നന്നായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും കുറേ ദൂരം നടന്ന് ഇവിടെ എത്തിയത്. ഇവിടെ വെച്ച് എൻ്റെ മനസ്സിലെ സങ്കല്പത്തിനനുസരിച്ച് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും ഞാൻ പഴയ ഇടത്തിലേക്ക്, പഴയ സ്ഥലത്തേക്ക് തന്നെ പോകാൻ ഞാൻ ആലോചിക്കുകയാണ്. പക്ഷേ മനോഹരമാണ്, ശാന്തസുന്ദരമായ ഒരു ഗ്രാമാന്തരീക്ഷം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുമ്പോഴും മനസ്സിന് ഏറെ സന്തോഷവും കുളിർമയും നൽകുന്നത്. ഒരു കുഞ്ഞു ചിത്രമാണെങ്കിൽ പോലും അതിനുവേണ്ടി എടുക്കുന്ന എഫേർട്സ്, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം അത് വളരെ വലുതാണ് എന്നാണ് എൻ്റെ ചിന്ത. എന്തായാലും ഈ മാസം തന്നെ ഷൂട്ടും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തു. ഇനി മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്കാണ്. ഭക്ഷണം കഴിക്കാതെയും ചായയും കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോൾ സമയത്തിൻ്റെ തിരക്കും, സമയമില്ലാന്നുള്ള തിരക്ക് അഭിനയിക്കാനും ഒന്നും എനിക്ക് കഴിയില്ല. ഞാനെല്ലാം സാവകാശത്തിൽ ചിന്തിക്കുകയും സാവകാശത്തിൽ ചെയ്യുന്നതുമാണ്. പിന്നെ ഒന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടേ ചെയ്യുള്ളൂ. അതാണ് എൻ്റെ രീതി. എന്തായാലും ഇവിടം കണ്ടു. വീണ്ടും മനസ്സിൻ്റെ തോന്നലുകൾ മാറ്റി വീണ്ടും പഴയയിടത്തിലേക്ക് നടക്കാൻ തുടങ്ങിയാണ്. വീണ്ടും കാണാം. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. അരുവിപ്പുറത്തെ ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ. നന്ദി.
നമസ്കാരം.